ഹായ് ഗൈസ്, നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ലണ്ടൻ സീ ലൈഫ് അക്വേറിയം കാണാനായിട്ടാണ്. അപ്പോൾ അപ്പൂൻ്റെ ഒരു ക്യൂട്ട് എക്സ്പ്രഷനായിട്ട് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പു ആണെങ്കിലും പൊന്നു ആണെങ്കിലും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കാരണം മീനിനൊക്കെ കാണാൻ പോകുമെന്ന് പറഞ്ഞാൽ പൊന്നിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം അവൾ വന്നിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷി വാസ് പ്രിറ്റി സ്മോൾ അറ്റ് ദ ടൈം. ഇപ്പം കുറച്ചൊക്കെ അറിയാനായിട്ടുണ്ടല്ലോ. അപ്പം ഈ ഒരു ഓരോ ടൈപ്പ് ഓഫ് ഫിഷിനെ കാണുന്നൊക്കെ ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർ ദ സീ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ അതൊക്കെ നമുക്കിവിടുന്ന് കാണാൻ പറ്റുവാണ് കേട്ടോ. കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷസ്, പിന്നെ സീ ലൈഫിൽ എന്തൊക്കെ അതിൻ്റെ ഒരു കടലിൻ്റെ അടിയിലുണ്ട് അതിൻ്റെ ഓരോരോ സെറ്റപ്പ് അവിടെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോറൽസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയ ചെറിയ യാത്രകളുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ആൻഡ് ഹോം ആ ഒരു സ്ട്രെസ്സിൻ്റെ ഒരു ഇത് മാറ്റിയിട്ട് ജസ്റ്റ് ഫോർ എൻ റിലാക്സേഷൻ. കാരണം ഓരോരോ കുഞ്ഞു യാത്രകൾ നമുക്ക് തരുന്നൊരു എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻക്രെഡിബിൾ. നമ്മളൊന്ന് ജനറലി ഒന്ന് റിജുവനേറ്റ് ആയി നമ്മളൊന്ന് ഫ്യൂലപ്പ് ആയിട്ട് ഇറ്റ് ജസ്റ്റ് മാജിക്. സോ എപ്പോഴും നമ്മളിങ്ങനെ വർക്കിലും സ്ട്രെസ്സിലും പെട്ട് കിടക്കാതുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യണം കേട്ടോ. അതും ഭയങ്കര എക്സ്പെൻസീവ് ഓവർ ദ കൺട്രി അങ്ങനെയൊന്നും വേണമെന്നില്ല. നമുക്ക് പീസ് കിട്ടുന്ന ഒരു സ്ഥലം അത് നമ്മൾ നോക്കുക, എന്നിട്ട് നമ്മൾ പോവാം. അല്ലാതെ എപ്പോഴും ആ ഒരു തിരക്കുള്ള ലൈഫിൽ അങ്ങനെ എൻഗേജ്ഡ് ആയി നിൽക്കാതെ ഇടയ്ക്കൊന്ന് റിലാക്സേഷൻ വേണം കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു തീർത്തിട്ടോ ഒരു 1 ഹവറിന് മേലെ തന്നെ ഉണ്ടായിരുന്നു അവിടെ കാഴ്ചകൾ കാണാനായിട്ട്.